എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് 5th സ്റ്റാൻഡേർഡ് ബേസിക് സയൻസ് വർക്ക്ഷീറ്റാണ്. വീഡിയോയിലേക്ക് നോക്കാം. അറിവിൻ്റെ ജാലകങ്ങൾ എന്ന 7ാം പാഠമാണ്. യൂണിറ്റ് 7 വിൻഡോസ് ഓഫ് നോളജ്. ഈ പാഠത്തിൽ നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളായ ഓരോന്നിനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. ആദ്യം കണ്ണാണ്. അപ്പോൾ സാധാരണയായി കണ്ണ് നൽകുന്ന വിവരങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ ഒരു കുട്ടിയും ദൂരെ ഒരു മരവുമാണ് നൽകിയിരിക്കുന്നത്. ആ കുട്ടി ആ മരത്തെക്കുറിച്ച് എന്തെല്ലാം അറിവുകളാണ് കണ്ണിലൂടെ മനസ്സിലാക്കിയത് നമുക്ക് നോക്കാം. ഏത് മരം, അത് എത്ര അകലത്താണ്, എത്ര ഉയരം, ഏത് വണ്ണം, ഏത് നിറം, ഇലകളുടെ ആകൃതി എന്നിവയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവ കണ്ണിൻ്റെ സഹായത്തോടെയാണ് ആ കുട്ടി കരസ്ഥമാക്കുന്നത്. വാട്ട് ടൈപ്പ്, ഹൗ ഫാർ, ഹൗ ടോൾ, ഹൗ തിക്ക്, വാട്ട് കളർ, ദ ഷേപ്പ് ഓഫ് ഇറ്റ് ലീവ്സ്. ഇത്ര ഇൻഫർമേഷനാണ് കുട്ടി കണ്ണിൻ്റെ ഐസിൻ്റെ സഹായത്തോടെ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അടുത്തത് നാം കാണുന്നത് എങ്ങനെയെന്ന് നമുക്കൊരു പരീക്ഷണത്തിലൂടെ മനസ്സിലാക്കാം. ഒരു ഹാൻഡ് ലെൻസും ഒരു മെഴുകുതിരിയും എടുക്കുക. മെഴുകുതിരി കത്തിച്ച് വെച്ച് ആ മെഴുകുതിരിയുടെ ചിത്രം തൊട്ടടുത്തുള്ള ചുമരിലേക്ക് പതിപ്പിക്കുക. അവിടെ കൂട്ടുകാർക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ മുൻപിൽ വെച്ച ആ മെഴുകുതിരിയുടെ ചിത്രം തലകീഴായി ചെറിയ രീതിയിൽ ഭിത്തിയിൽ പതിക്കുന്നത് കാണാൻ സാധിക്കും. നമ്മുടെ കണ്ണിലും ഇതുപോലെ ഒരു ലെൻസുണ്ട്. ആ ലെൻസും വസ്തുക്കളെ കാണുന്നത് തലകീഴായാണ് അവയുടെ പ്രതിബിംബം നമ്മുടെ കണ്ണിലേക്ക് അടുപ്പിക്കുന്നത്. നാം ചെയ്ത പരീക്ഷണത്തിൽ ഭിത്തിയാണ് പ്രതിബിംബം പതിച്ചത്. എന്നാൽ നമ്മുടെ കണ്ണിൽ റെറ്റിന എന്ന സ്ക്രീനിലാണ് ഈ പ്രതിബിംബം തലകീഴായി പതിയുന്നത്. അവിടെ നിന്ന് നേത്രനാഡികൾ സന്ദേശത്തെ തലച്ചോറിലെത്തിക്കുന്നു. തലച്ചോറ് വസ്തുവിൻ്റെ യാഥാർത്ഥ്യ കാഴ്ചയായി നമ്മളെ കാണിക്കുകയും ചെയ്യുന്നു. ഇവിടെ കണ്ണിൻ്റെ ഒരു ചിത്രവും മുൻപിലൊരു റോസാപ്പൂവും വെച്ചിട്ടുണ്ട്. കണ്ണിൻ്റെ ലെൻസ് എവിടെയാണെന്നും റെറ്റിന എവിടെയാണെന്നും ശ്രദ്ധിക്കുക. നമ്മുടെ നേരത്തെ പരീക്ഷണത്തിൽ മെഴുകുതിരി എന്ന ഭാഗത്ത് റോസാപ്പൂവും ലെൻസിൻ്റെ ഭാഗത്ത് കണ്ണിൻ്റെ ലെൻസും ഭിത്തിയുടെ ഭാഗത്ത് റെറ്റിനയുമാണ്. ഇവിടെയും ചിത്രം തലകീഴായി നേരത്തെ നമ്മൾ മുന്നേ വെച്ച ചിത്രവുമായി താരതമ്യം ചെയ്യുമ്പോൾ ചെറുതായിരിക്കും റെറ്റിനയിൽ പതിയുന്ന ചിത്രം. എക്സ്പെരിമെൻ്റ് സെറ്റപ്പാണ്. നമ്മുടെ കണ്ണിൽ എങ്ങനെയാണ് കാണുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ക്യാൻഡിൽ ഹാൻഡ് ലെൻസ് ഇതുപോലെ ഭിത്തിയിൽ പതിപ്പിക്കുക. അപ്പോൾ അവിടെ കാണാൻ ഒരു ഇൻവേർട്ടഡ് ഇമേജാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ കണ്ണിലൊരു ലെൻസുണ്ട്. ആ ലെൻസും ഇതുപോലെ ഇൻവേർട്ടഡ് ഇമേജാണ് അവിടെ ഫോം ചെയ്യുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായെന്ന് പറയുന്നത് ഇവിടെ ഭിത്തിയിലാകുമ്പോൾ വാളിലാകുമ്പോൾ നമ്മുടെ കണ്ണിനുള്ളിലാകുമ്പോൾ റെറ്റിനയിലാണ് ഈ ഇമേജ് വരുന്നത്. എന്നിട്ട് ഒപ്റ്റിക് നെർവ്സ് നമ്മുടെ നാഡികൾ ഈ ഇമേജിനെ മെസ്സേജാക്കി സന്ദേശമാക്കി നമ്മുടെ തലച്ചോറിലേക്ക് എത്തിക്കുകയും തലച്ചോറാണ് നമ്മളെ കാഴ്ചയുടെ അനുഭവത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നത്. നമ്മുടെ കണ്ണിലെ റെറ്റിന ലെൻസ് ഒബ്ജക്റ്റ് സെറ്റപ്പ് ഇങ്ങനെയാണ്. ഇമേജ് വരുന്നു, ഇൻവേർട്ടർ ആകുന്നു, അത് നേരെ പുറകിലുള്ള വെയിൻസ് നാഡികളിലൂടെ നമ്മുടെ തലച്ചോറിലെത്തുന്നു, കാഴ്ച സാധ്യമാകുന്നു. അടുത്തത് നമ്മുടെ രണ്ട് കണ്ണുകളെ പറ്റിയുള്ളൊരു കാര്യമാണ്. രണ്ട് കണ്ണും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നതിനെ ദ്വിനേത്ര ദർശനം അഥവാ ബൈനോക്കുലർ വിഷൻ എന്ന് പറയുന്നു. ഇതുമൂലം വസ്തുക്കളുടെ അകലം, സ്ഥാനം എന്നിവ നമുക്ക് കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നു. Next, binocular vision. The ability to see by focusing both eyes on the same point is termed as binocular vision. We get accurate knowledge of the distance and position of the object by this. അടുത്തത് കാഴ്ചയില്ലാത്തവരുടെ കാര്യങ്ങളെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തായിരുന്നു. അവിടെ മാപ്പുകൾ, എംബോർഡ് മാപ്പുകൾ തയ്യാറാക്കുന്നതിനെപ്പറ്റി ടീച്ചർ പറഞ്ഞിരുന്നു. അത് ചെയ്യാൻ കൂട്ടുകാർ ശ്രദ്ധിക്കുക. അടുത്തത് അന്ധരെ സഹായിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ കുറേ നിലവിലുണ്ട്. അവ ഏതൊക്കെയെന്ന് വെച്ചാൽ വൈറ്റ് കെയിൻ, ബ്രെയിലി ലിപി, ടാക്വെൽ വാച്ച്, ടോക്കിംഗ് വാച്ച് എന്നിവയാണ്. നെക്സ്റ്റ്, ഡിഫറെൻ്റ് ടൈപ്പ് ഫെസിലിറ്റീസ് അവൈലബിൾ ടു ഹെൽപ്പ് ദി ബ്ലൈൻഡ് പീപ്പിൾ. വൈറ്റ് കെയിൻ, ബ്രെയിലി സ്ക്രിപ്റ്റ്, ടാക്ടൈൽ വാച്ച്, ടോക്കിംഗ് വാച്ച്. അടുത്തത് നേത്രദാനത്തെ പറ്റിയും അതുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്ററുമാണ്. നേത്രദാനം മഹാദാനം. കൂട്ടുകാർ കഴിയുമെങ്കിൽ ഇത് ചെയ്യാൻ ശ്രമിക്കുക. ഇതിൻ്റെ ആവശ്യകത നേറി വരുന്ന കാലഘട്ടമാണ്. ഐ ഡൊണേഷനാണ്. ഐ ഡൊണേഷൻ, എ ഗ്രേറ്റ് ഡൊണേഷൻ, എ പോസ്റ്ററൊക്കെ ഉണ്ട്. അടുത്തത് കണ്ണുകളുടെ സംരക്ഷണമാണ്. കണ്ണുകളെ സംരക്ഷിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന്. കണ്ണിൽ പൊടി വീണാൽ ഊതുകയോ തിരുമുകയോ ചെയ്യരുത്. തണുത്ത വെള്ളം കൊണ്ട് കഴുകിക്കളയണം. മങ്ങിയ പ്രകാശത്തിലോ തീവ്ര പ്രകാശത്തിലോ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ വായിക്കരുത്. ടി വി കാണുമ്പോൾ നിശ്ചിത അകലം പാലിക്കണം. മുറിയിൽ ആവശ്യത്തിന് വെളിച്ചം ഉണ്ടാകണം. രാസവസ്തുക്കൾ കണ്ണിൽ വീഴാതെ സൂക്ഷിക്കണം. കുളിക്കുമ്പോൾ കൂർത്ത വസ്തുക്കൾ കണ്ണിൽ കൊള്ളാതെയും നോക്കണം. പ്രൊട്ടക്ഷൻ ഓഫ് ദി ഐസ്.
What care should we take to protect them? കണ്ണുകൾ സംരക്ഷിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ. ഡു നോട്ട് റബ് ഓർ ബ്ലോ ഇഫ് ഡസ്റ്റ് ഫാൾസ് ഇൻ ടു ഐസ്. ജസ്റ്റ് വാഷ് ആൻഡ് വിത്ത് കോൾഡ് വാട്ടർ. തണുത്ത വെള്ളം കൊണ്ട് കഴുകാൻ മാത്രം ശ്രദ്ധിക്കുക. ഡു നോട്ട് റീഡ് ഇൻ ഡിം ലൈറ്റ് ഓർ വെരി ബ്രൈറ്റ് ലൈറ്റ് ഓർ വൈൽ ട്രാവലിംഗ് ഇൻ എ ബസ്. കീപ് എ സർട്ടൻ ഡിസ്റ്റൻസ് വൈൽ വാച്ചിങ് TV. There must be sufficient light in the room. Care should be taken so that chemicals do not fall into the eye. Protect your eyes from sharp objects while playing. വർക്ക്ഷീറ്റാണ്. ഫസ്റ്റ് ആക്ടിവിറ്റി. പ്രവർത്തനം 1. കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്നതും ലെൻസ് ഉപയോഗിച്ച് സ്ക്രീൻ പ്രതിബിംബം ഉണ്ടാകുന്നതും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. കമ്പയർ ദ ഇമേജ് ഫോർമേഷൻ ഇൻ അവർ ഐസ് വിത്ത് ദി ഇമേജ് ഫോം യൂസിങ് എ ഹാൻഡ് ലെൻസ് ആൻഡ് മേക്ക് എ നോട്ട്. ഹാൻഡ് ലെൻസ് ഉപയോഗിച്ചപ്പോൾ പ്രതിബിംബം ചുവരിലും കണ്ണുപയോഗിച്ചപ്പോൾ റെറ്റിനയിലും വസ്തുക്കൾ പതിഞ്ഞു. 2 പ്രതിബിംബങ്ങളും ഒരേപോലെ തല കീഴായി രണ്ടിടത്തും പതിഞ്ഞു. അതുപോലെ 2 പ്രതിബിംബങ്ങളും വസ്തുവിനോട് താരതമ്യം ചെയ്യുമ്പോൾ ചെറുതായി കാണപ്പെട്ടു. ഇൻ ഹാൻഡ് ലെൻസ് ഇമേജ് ഈസ് ഫോംഡ് ഓൺ വാൾ ആൻഡ് ഇൻ കേസ് ഓഫ് ഐസ് ഇമേജ് ഈസ് ഫോംഡ് ഇൻ റെറ്റിന. ബോത്ത് ഇമേജസ് വെർ ഇൻവേർട്ടഡ് ആൻഡ് വെർ സ്മോളർ ഇൻ സൈസ് compared to actual objects. സെക്കൻഡ് ആക്ടിവിറ്റി. ഒരു എംബോസ്ഡ് മാപ്പ് ഓഫ് ഇന്ത്യ ഉണ്ടാക്കാനാണ്. ഇന്ത്യയുടെ എംബോസ്ഡ് മാപ്പ്, അതായത് ഇന്ത്യയുടെ ഒരു മാപ്പിൻ്റെ ഒരു ചിത്രം വരയ്ക്കുക. എന്നിട്ട് മുത്തുകളോ മറ്റു ലഭിക്കുന്ന ചെറിയ സാമഗ്രികളോ ഒട്ടിച്ച് അന്ധ വിദ്യാർത്ഥികൾക്കോ അന്ധ മനുഷ്യർക്കോ അത് തൊട്ടാൽ മനസ്സിലാകുന്ന രീതിയിൽ അതിനെ ഉണ്ടാക്കാനാണ് കൂട്ടുകാർ ഈ ആക്ടിവിറ്റി ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് ടീച്ചറിന് അയച്ചു കൊടുക്കുക. ആക്ടിവിറ്റി നമ്പർ 3. വാട്ട് കെയർ ഷുഡ് വി ടേക്ക് ടു പ്രൊട്ടക്റ്റ് അവർ ഐസ്? കണ്ണിൻ്റെ ആരോഗ്യത്തിന് എന്തെല്ലാം ശ്രദ്ധിക്കണമെന്നത്. കണ്ണിൽ പൊടി വീണാൽ ഊതുകയോ തിരുമ്മുകയോ ചെയ്യരുത്. തണുത്ത വെള്ളം കൊണ്ട് കഴുകിക്കളയണം. മങ്ങിയ പ്രകാശത്തിലോ തീവ്ര പ്രകാശത്തിലോ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ വായിക്കരുത്. TV കാണുമ്പോൾ നിശ്ചിത അകലം പാലിക്കണം. മുറിയിൽ ആവശ്യത്തിന് വെളിച്ചം ഉണ്ടാവണം. രാസവസ്തുക്കൾ കണ്ണിൽ വീഴാതെ സൂക്ഷിക്കണം. കുളിക്കുമ്പോൾ കൂർത്ത വസ്തുക്കൾ കണ്ണിൽ കൊള്ളാതെ നോക്കണം. Do not rub or blow if dust falls into the eye. Just wash with cold water. Do not read in dim light or very bright light or while traveling in a bus. Keep a certain distance while watching TV. There must be sufficient light in the room. Care should be taken so that the chemicals do not fall into the eye. Protect your eyes from sharp objects while playing. ഈ ആക്ടിവിറ്റിയും വർക്ക്ഷീറ്റുകളും കംപ്ലീറ്റ് ആക്കി ടീച്ചറിന് അയച്ചു കൊടുക്കുക. ഇന്നത്തെ പ്രവർത്തനങ്ങൾ ഇവിടെ കഴിയുന്നു. എല്ലാ കൂട്ടുകാർക്കും നന്ദി. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഡു സപ്പോർട്ട്.